ബലാസ്റ്റ് വാട്ടർ ഓൺ ഷിപ്പ്. ലോകത്ത് ചരക്കുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് കപ്പലിനെയാണ് ആശ്രയിക്കുന്നത്. ചരക്ക് നീക്കത്തിൻ്റെ ഏതാണ്ട് 90% കടൽ മാർഗമാണ് നടക്കുന്നത്. അതിൽ തന്നെ 90% കണ്ടെയ്നറുകൾ വഴിയും. 10,000-കണക്കിന് കണ്ടെയ്നറുകൾ ഒരു കപ്പലിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. വലിയ ചരക്ക് കപ്പലുകൾ ലോകത്ത് ഒരിടത്ത് നിന്ന് സാധനങ്ങൾ കയറ്റി മറ്റിടങ്ങളിലെത്തിക്കുന്നു. അവ തിരികെ പോകുമ്പോൾ പലപ്പോഴും മറ്റ് സാധനങ്ങൾ തിരികെയും കൊണ്ടുപോകുന്നു. എന്നാൽ അയിര്, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവ കൊണ്ടുപോകുന്ന വലിയ ടാങ്കർ കപ്പലുകൾ തിരികെ പോകുന്നത് കാലിയായിട്ടാണ്. ഒരു വലിയ എണ്ണ ടാങ്കർ 4 ലക്ഷം ടൺ എണ്ണയാണ് കൊണ്ടുപോകുന്നത്. ലോഡ് ഇറക്കി ഭാരം ഒഴിഞ്ഞു കഴിയുമ്പോൾ കാലിയായ കപ്പൽ ഉയർന്നു പൊങ്ങി മറിയാൻ കാരണമാകും. ഇങ്ങനെ കാലിയായ കപ്പൽ ബാലൻസ് തെറ്റി മറിയാതിരിക്കാൻ ഇറക്കുന്ന ഭാരത്തിന് തുല്യമായ ചരക്ക് കപ്പലുകളിൽ വെള്ളം നിറയ്ക്കും. ഇതിനെ പറയുന്ന പേരാണ് ഷിപ്പിംഗ് ബലാസ്റ്റ്. ഇങ്ങനെ 1000 കോടി ടൺ ബലാസ്റ്റ് വാട്ടറാണ് ഓരോ വർഷവും അങ്ങുമിങ്ങും കടൽ മാർഗം കൊണ്ടുപോകുന്നത്. ചരക്ക് കൊണ്ടുപോകുന്ന അതേ അറകളിലല്ല ബലാസ്റ്റ് നിറയ്ക്കുന്നത്. അതിന് പ്രത്യേക അറകളുണ്ട്. ഈ ബലാസ്റ്റ് വാട്ടർ വലിയ കുഴപ്പങ്ങളാണ് ലോകവ്യാപകമായി ഉണ്ടാക്കുന്നത്. ചരക്ക് ഇറക്കുന്നതിനോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്ന് നിറയ്ക്കുന്ന വെള്ളത്തിൽ ആയിരക്കണക്കിന് ജലജീവികളും ചെടികളും ജന്തുക്കളും ഉണ്ടാകും. ഇത് ലോകം ചുറ്റി മറ്റൊരിടത്തെത്തുമ്പോൾ അവിടുത്തെ വെള്ളത്തിലേക്ക് തുറന്നുവിടുന്നു. ഓരോ ദിവസവും 10,000 സ്പീഷീസ് ജീവികളാണ് ഇങ്ങനെ കപ്പലുകളിൽ ബലാസ്റ്റ് വാട്ടർ വഴി കൊണ്ടുപോകുന്നത്. ഇത് ലോകമെങ്ങും പലതരത്തിലുള്ള അധിനിവേശ ജന്തുസസ്യജാലങ്ങളുടെ കടന്നുവരവിന് കാരണമാകുന്നുണ്ട്. ഇത്തരം അധിനിവേശ ജീവജാലങ്ങൾ മൂലമുണ്ടാകുന്ന വാർഷിക നഷ്ടം 5 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമാണ്. അധിനിവേശ ജീവജാലങ്ങൾക്ക് ഉദാഹരണമാണ് കക്കയും ചിപ്പിയും ഒക്കെ. ഒരു രാജ്യത്തിൽ നിന്നെടുക്കുന്ന വെള്ളത്തിൻ്റെ ഘടനയായിരിക്കത്തില്ല മറ്റൊരു രാജ്യത്തിൽ നിന്നെടുക്കുന്ന വെള്ളത്തിൻ്റെ ഘടന. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു കപ്പൽ വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നു എന്നിരിക്കട്ടെ. അതിനുശേഷം അമേരിക്കയിൽ കൊണ്ടുപോയി ആ വെള്ളം പമ്പ് ഔട്ട് ചെയ്യാണ്. ഇന്ത്യയിലുള്ള ജീവാണുക്കളെല്ലാം അമേരിക്കയിലെത്തും. പിന്നീട് അവിടുത്തെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കും. ബലാസ്റ്റ് വാട്ടർ ഡിസ്ചാർജിനായി ഒരു രാജ്യത്തു നിന്നെടുക്കുന്ന വെള്ളം പലപ്പോഴും പോർട്ടിനടുത്ത് നിന്നോ കോസ്റ്റൽ ഏരിയയിൽ നിന്നോ ആയിരിക്കും. അവിടെയാണ് കൂടുതലും ജീവാണുക്കളുള്ളത്. ഇങ്ങനെ എടുക്കുന്ന വെള്ളം നടുക്കടലിൽ ചെല്ലുമ്പോൾ അവിടെ പമ്പ് ഔട്ട് ചെയ്യണം. 95% വെള്ളവും പമ്പ് ഔട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് ഫ്രഷായിട്ട് നടുക്കടലിലെ വെള്ളം എടുക്കണം. ഈ പമ്പ് ചെയ്ത വെള്ളത്തിലുള്ള ജീവാണുക്കൾക്ക് നടുക്കടലിലുള്ള വെള്ളത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. അവ നശിച്ചു പോകും. എന്നാൽ നടുക്കടലിൽ നിന്നെടുക്കുന്ന ഫ്രഷ് വാട്ടർ വേറൊരു രാജ്യത്ത് പോയി പമ്പ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നടുക്കടലെന്ന് പറയുമ്പോൾ 2000 മീറ്റർ ആഴം വേണം. 200 നോട്ടിക്കൽ മൈൽ കരയിൽ നിന്ന് ദൂരവും വേണം. ഈ 2 കാര്യങ്ങളും നോക്കി വേണം വാട്ടർ പമ്പ് ചെയ്യാൻ. ഇതൊക്കെ പഴയ കപ്പലിലുണ്ടായിരുന്ന രീതികളാണ്. എന്നാൽ 2017 സെപ്റ്റംബർ മുതൽ നിർമ്മിക്കുന്ന കപ്പലുകളിൽ ബലാസ്റ്റ് വാട്ടർ എക്സ്ചേഞ്ചിന് പകരം ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബാലൻസ് പൈപ്പ് വഴി വെള്ളമെടുക്കും. ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൽ ഫിൽട്ടർ വഴി ഫിൽട്ടർ ചെയ്യും. അങ്ങനെ അണുക്കൾ നശിച്ചു പോകും. 2017 സെപ്റ്റംബർ 8 പ്രാബല്യത്തിൽ വന്ന ബലാസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് കൺവെൻഷൻ അഥവാ BWM കൺവെൻഷൻ അപകടകാരികളായ ജീവികളുടെ വ്യാപനം തടയുന്നതിന് കപ്പലുകൾ ബലാസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കപ്പലുകൾ ബലാസ്റ്റ് വാട്ടർ ശുദ്ധീകരിക്കണം. ബലാസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് കൺവെൻഷൻ അഥവാ BWM കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. അതായത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ബലാസ്റ്റ് വാട്ടർ ഡിസ്ചാർജിനായിട്ട് പ്രത്യേക നിയന്ത്രണങ്ങളോ പരിശോധനകളോ ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക.